രക്തസ്രാവം വന്ന് ഗുരുതരാവസ്ഥയിലായ സ്ത്രീയെ പോലീസ് ഔദ്യോഗിക വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു. തണ്ണിത്തോട് മൊഴി പുളിഞ്ചാൻ വീട്ടിൽ അമ്പിളിയാണ് പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത്. സുജുറ്റി ബാബു പത്തനംതിട്ടയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ആ വാർത്തയുടെ വിവരങ്ങളും നൽകാനായിട്ട്. അതൊരു മാതൃകാപരമായ കാര്യം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സുജു, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ടയിൽ നിന്ന് കേൾക്കുന്നത് പോലീസിന്റെ ഒരു നല്ല മാതൃകയുടെ വാർത്തയാണ്. പോലീസ് സേന അവർ ഈ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതോടൊപ്പം തന്നെ പൊതുസമൂഹത്തോട് എത്രമാത്രം ഉത്തരവാദപ്പെട്ടവരാണ് എന്ന് വ്യക്തമായി തെളിയിക്കുന്ന ഒരു വാർത്ത. എന്താണ് സംഭവിച്ചത്? മനു, ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുണ്ട്. ഏറെ നാൾക്ക് ശേഷമാണ് മോർണിംഗ് ഷോയിൽ ഒരു പോസിറ്റീവ് വാർത്തയായിട്ട് പത്തനംതിട്ടയിൽ എത്താൻ സാധിക്കുന്നത്. സാധാരണ അപകട വാർത്ത, മഴ തുടങ്ങിയ വാർത്തകളുമായി എത്തുന്ന ഇന്നിപ്പോൾ പോലീസ് സേന ചെയ്ത വളരെ മാതൃകപരമായ ഒരു പ്രവർത്തനം. ഈ സംഭവം പത്തനംതിട്ട തണ്ണിത്തോടാണ്. അതായത് ഏകദേശം രാത്രി പുലർച്ചെ 2 മണിയോടെയാണ് ഈ അമ്പിളി എന്ന യുവതിക്ക് രക്തസ്രാവം ഉണ്ടാകുന്നത്. രക്തസ്രാവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയായ അമ്പിളിയെ ആശുപത്രിയിൽ എത്തിക്കാൻ അവർ ആദ്യം ആംബുലൻസിനെ സമീപിക്കുന്നു. എന്തോ കാരണം കൊണ്ട് ലഭിക്കുന്ന ഒരു സാങ്കേതിക കാരണമായിരിക്കും. ആ കാരണം വ്യക്തമല്ല, അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഉടൻ തന്നെ അമ്പിളിയുടെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിലെത്തി ഇതുപോലെ അമ്പിളിക്ക് ഗുരുതരമായ രക്തസ്രാവം വന്ന അവസ്ഥയിലാണ്. ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം, വാഹനമില്ല എന്ന് പറഞ്ഞു. പോലീസ് അന്നേരം ആ സ്റ്റേഷൻ റൂട്ടിൽ രാത്രി ഉണ്ടായിരുന്ന പോലീസുകാർ ഒട്ടും മടിച്ചില്ല. പകരം വളരെ പോസിറ്റീവ് എടുത്ത് അവർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസ് എത്തി ആ വാഹനത്തിലേക്ക് കയറ്റി ആദ്യം സമീപത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇപ്പോൾ അമ്പിളിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. പോലീസിന്റെ ചില നടപടികളൊക്കെ പത്തനംതിട്ടയെ പലപ്പോഴും വിമർശന വിധേയമായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ, ഒട്ടനവധി കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുള്ളത് ഏറെ പ്രശംസനീയമായ ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഇപ്പം അമ്പിളിക്ക് ആരോഗ്യാവസ്ഥയിൽ നല്ല പുരോഗതിയുണ്ട്, കാര്യമായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ല. ആ ഒരു സമയത്ത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആശുപത്രി അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഗുരുതരാവസ്ഥയിലാകുമ്പോൾ വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും ആശുപത്രിയിലേക്ക് കറക്റ്റ് ടൈമിംഗിൽ എത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവും. ഇവിടെ പോലീസ് രക്ഷകരായി എത്തിയിരിക്കുകയാണ്. വളരെ അഭിനന്ദനാർഹ പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മനു, തീർച്ചയായും. ഏതായാലും സുജു, ആ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ സ്നേഹം അറിയിക്കുക, നമ്മുടെ ആദരവ് അറിയിക്കുക. ഏറ്റവും നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത്. വലിയ സല്യൂട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നമ്മൾ നൽകുന്നു. അത് നമ്മുടെ പ്രേക്ഷകരുടേത് കൂടിയാണ്, നമ്മുടെ പൊതുസമൂഹത്തിൻ്റെത് കൂടിയാണ്. ആദരം അവരോട് പറയുക സുജു. തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങൾ ഈ പ്രേക്ഷകരോട് ഒരുപക്ഷെ ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. പോലീസ് ഉദ്യോഗസ്ഥരോട് പലപ്പോഴും ഇത്തരത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാവണം. നമുക്കറിയാം ഈ അപകടങ്ങളൊക്കെ ഉണ്ടാവും വളരെ പെട്ടെന്ന് പോലീസ് തന്നെ ആശുപത്രിയിൽ എത്തിക്കും. നമ്മൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സമീപത്താണല്ലോ നമ്മുടെ ഓഫീസും. നമ്മൾ പലപ്പോഴും പോലീസുകാരോട് സംസാരിക്കുമ്പോൾ എന്തായിരുന്നു ചോദിക്കുമ്പോൾ ഏതെങ്കിലും പ്രതിയും കൊണ്ട് പോയാണോ ചോദിക്കുമല്ല. ചില ആളുകളൊക്കെ അപകടത്തിലേക്ക് പെടുമ്പോൾ അവരെ പോലും പോലീസ് ഉൾപ്പെടെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കാറുള്ളതുകൊണ്ട്. എന്തായാലും ഇന്നലെ രാത്രി തന്നെ എത്രയും ഒരു പുലർച്ചെ സമയമാണ്. ആ സമയത്ത് മറ്റു വാഹനങ്ങൾ നമുക്കറിയാം ഇത്രയും തണ്ണിത്തോട് പോലെ വനമേഖലയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ രാത്രി അത്ര എളുപ്പമല്ല ടാക്സിയോ മറ്റു സൗകര്യങ്ങളൊക്കെ ലഭിക്കുക എന്നുള്ളത്. അവിടെയാണ് ഒരു കുടുംബത്തിന് ആശ്രയമായി പോലീസ് മാതൃകാപരമായി പ്രവർത്തനം കാഴ്ചവെച്ചെന്ന് മനു പറഞ്ഞതുപോലെ അത് തീർച്ചയായിട്ടും അവരെ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനം തന്നെയാണ്.